എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തുമാത്രം പ്രോട്ടീൻ ദിവസം കഴിക്കണം, ആരൊക്കെ എന്തുമാത്രം കഴിക്കണം, അതുപോലെ ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് എന്തുമാത്രം പ്രോട്ടീൻസ് നമുക്ക് അവൈലബിൾ ആകുന്നു, നമുക്ക് പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇതിനെ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബേസിക്കലി പറയുന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാം ബോഡി വെയ്റ്റിന് 1 ഗ്രാം പ്രോട്ടീൻ എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാമിന് 0.8 ഗ്രാം ആണ് കറക്റ്റായിട്ട് ഡയറ്ററി അലവൻസ് അല്ലെങ്കിൽ ഡയറ്ററി റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. കുറച്ച് ചോറ് കഴിക്കും. നോൺ വെജൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ചിക്കൻ മേടിച്ചു, അത് വേവിച്ചു കഴിച്ചു. അപ്പം ചില ദിവസങ്ങളിൽ നമുക്കത് അഡ്വക്കേറ്റ് ആയിട്ട് ഉണ്ടാകും, ചില ദിവസങ്ങളിൽ അത് കാണത്തില്ല. ചിലപ്പോൾ ഈ റിക്വയർമെൻറ്റ് നമ്മുടെ ആ ഒരു ഹെൽത്ത് സ്റ്റാറ്റസിന് അത് ഉതകുന്നതായിരിക്കത്തില്ല, കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അത് പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തീർച്ചയായിട്ടും നമ്മളെ ബഹുമാനിക്കുന്നതാണ്. അതായത് കറക്റ്റായിട്ട് നമ്മൾ ശരീരത്തിന് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകൾ, അതിൻ്റേതായിട്ടുള്ള ഒരു വെൽബീയിങ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും, ശാരീരികമായിട്ടുള്ള സ്ട്രെങ്ത് കിട്ടും, മാനസികമായിട്ടും തീർച്ചയായിട്ടും സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഡെയിലി കഴിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. തൈര്, ഓക്കെ, അത് എല്ലാവരും കൂട്ടുന്നതാണ്. ഓക്കെ, അലർജി കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് തൈര്, മോരൊക്കെ. അപ്പം തൈരിനകത്ത് 100 ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 to 11 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 70 കിലോ ഉള്ള ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം 60 ഗ്രാം പ്രോട്ടീനാണ് വേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഏകദേശം 1 കിലോയ്ക്ക് 1 കിലോ ബോഡി വെയ്റ്റിന് 0.8 ഗ്രാം പ്രോട്ടീൻ അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ 70 കിലോ ഏകദേശം ഉള്ള ഒരാൾക്ക് 60 ഗ്രാം പ്രോട്ടീനാണ് ഏകദേശം ദിവസം വേണ്ടത്. അപ്പോൾ ആ ഒരു ആവറേജ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 100 ഗ്രാം തൈര് ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏകദേശം 10 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഒരു 100 ഗ്രാം ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏകദേശം 26 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ചിക്കനോ ബീഫോ ബാക്കി നോൺ വെജ് ഐറ്റംസ്, മീറ്റ് ഐറ്റംസിനൊക്കെ പൊതുവെ ഏകദേശം ഈ ഒരു റേഞ്ചാണ്. 100 ഗ്രാമിന് ഏകദേശം 25 ഗ്രാം പ്രോട്ടീൻ എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴത്തേനും 35 ഗ്രാമായി. പിന്നെ ഉള്ളത് മുട്ടയാണ്. ഒരു മുട്ടയെന്ന് വെച്ചാൽ ഏകദേശം ഒരെണ്ണം പറയുകയാണെങ്കിൽ 50 ഗ്രാം വരും. അങ്ങനെ 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം. അപ്പോൾ ഈ 100 ഗ്രാമിന് ഏകദേശം 10 to 12 ഗ്രാം കിട്ടും. അപ്പം തന്നെ 45 ഗ്രാമായി ടോട്ടൽ റിക്വയർമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. പിന്നെ പാലിൽ കൂടെ കുറച്ച് ഏകദേശം 5 ഗ്രാം കിട്ടും. പിന്നെ ഇലക്കറികൾ കൂടെ ഏകദേശം ഒരു 5 ഗ്രാം കിട്ടും. പിന്നെ പ്രധാനമായിട്ടുള്ളതാണ് പനീർ, ടോഫു പോലുള്ള ഈ ഭക്ഷണങ്ങളിൽ നല്ലോണം പ്രോട്ടീൻ ഉണ്ട്. ഏകദേശം 18 ഗ്രാം പ്രോട്ടീൻ അടുപ്പിച്ചുണ്ട്. ഓക്കെ, വെജിറ്റേറിയൻസിനൊക്കെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന നല്ലൊരു ഡയറ്റാണ് പനീർ, ടോഫു പോലുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ ഇത്രയും കൂട്ടുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഒരു ഡെയിലി റിക്വയർമെൻ്റ് ആയിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കശുവണ്ടി, ഓക്കെ, ആൽമണ്ട്, പിസ്താഷ്യോസ്, ഓക്കെ, ഇതൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ ഇതിന് ഏകദേശം ഇത്രയും തന്നെയുണ്ട്. ഏകദേശം 100 ഗ്രാമിന് ഇത്രയും ഗ്രാം പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. പിന്നെ മീനിലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, അതാണ് സോയാബീൻ. ഓക്കെ, സോയാബീനിൽ 100 ഗ്രാമിൽ ഏകദേശം 35 ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ ഞാനത് എടുത്ത് പറയാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 35 ഗ്രാമും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടത്തില്ല. ഓക്കെ, കാരണം അത് കഴിക്കുന്ന ആൾക്കാരുടെ വയറിൻ്റെ ഇൻഡിവിജ്വൽ ആസ്പെക്റ്റ് അനുസരിച്ചിരിക്കും അതിനെ അബ്സോർബ് ചെയ്ത് ശരീരം യൂട്ടിലൈസ് ചെയ്യാൻ ഉള്ളൊരു കപ്പാസിറ്റി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മളിത് 100 ഗ്രാം വെച്ച് കൺസ്യൂം ചെയ്യാമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനെക്കാട്ടി കൂടുതൽ പ്രോട്ടീൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിന് സ്പെസിഫിക് ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർ, വളർച്ചയുള്ള പ്രായത്തിലെ കുട്ടികൾക്ക്, ഓക്കെ, പ്യൂബർട്ടി ഏജുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ, ഓക്കെ, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതുപോലെ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക്, പ്രോട്ടീൻ ഡീഗ്രഡേഷൻ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക്, എന്തെങ്കിലും ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, എന്തെങ്കിലും അസുഖത്തിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, ഇവർക്കൊക്കെ പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് അവർക്ക് റിക്കവറി ഉണ്ടാകും, കൂടുതലായിട്ട് ഇമ്മ്യൂണിറ്റി പവർ കിട്ടും, മസിൽ സ്ട്രെങ്ത് കിട്ടും. സോ ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ഡയറ്റിൽ നമുക്ക് പ്രായോഗികമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഓരോ ദിവസവും ഓരോ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക, എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക വെച്ചാൽ തീരെ കുറയ്ക്കാമെന്നല്ല, കാരണം കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ടായിട്ട് നമ്മുടെ ശരീരത്തിന് എല്ലാവർക്കും ATP പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ATP ആണ് നമ്മുടെ ശരീരത്തിൽ മസിൽ മൂവ്മെൻറ്റിനൊക്കെ സഹായിക്കുന്നത്. ഈ മസിൽ ആസ് ഇറ്റ് സെൽഫ് പ്രോട്ടീൻ ആണെങ്കിലും അതിൻ്റെ ഫങ്ഷനിങ്ങിന് സഹായിക്കുന്ന സാധനമാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യരുത്. നമ്മുടെ ശരീരത്തിനകത്ത് വളരെയധികം വേണ്ട ഒരു സാധനമാണ്.
നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കൊണ്ടുവരിക, അതിൻ്റേതായിട്ടുള്ള പ്രയോജനവും അനുഭവിക്കുക. ഞാൻ ഡോക്ടർ ആനന്ദ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യാം. എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതാണ്. സോ ഇവർക്ക് നല്ലൊരു ശുഭദിനം തരുന്നു. നമസ്കാരം. താങ്ക് യു.